ലോകം മുഴുവൻ ഫുട്ബോളിൻ്റെ കാൽപന്ത് കളിയുടെ അങ്ങോട്ടിങ്ങനെ ഉറ്റു നോക്കിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടം. ലോകം മുഴുവൻ അല്ലേ? തെരുവോരങ്ങളിലൊക്കെ നമ്മൾ കാണുന്നത് ആരുടെ ചിത്രങ്ങളാണ്? ആ മെസ്സിയുടെയും അർജന്റീനിയൻ ടീമിൻ്റെയും, അപ്പുറത്തോട്ട് മാറിക്കഴിഞ്ഞാൽ മഞ്ഞപ്പട ബ്രസീലിൻ്റെയും, ഇപ്പുറത്തോട്ട് മഴിയാൽ പാവം ക്രിസ്ത്യാനോ റൊണാൾഡോയും, അങ്ങനെ തുടങ്ങി ശക്തന്മാരായിട്ടുള്ള ഇവരൊക്കെ എവിടെയോ ജീവിച്ച ആളുകൾ നമ്മുടെ കുടുംബത്തിലൊരംഗം പോലെ ദേ ഈ നാളുകളിൽ എല്ലാ കണ്ണുകളും ഈ ഫുട്ബോളിലോട്ട് നോക്കിക്കൊണ്ടിരിക്കുന്ന സമയം. അത്രമേൽ പ്രധാനപ്പെട്ട ഒരു കാലഘട്ടം എന്ന് തന്നെ വേണം വിളിക്കാം. കാരണം ഇതുപോലെ ഈ കാൽപന്ത് കളി ഈ ലോകത്തെ ചലിപ്പിക്കുന്ന മറ്റൊരു ഗെയിമുണ്ടോ? അല്ലേ? ഒരാരവമല്ലേ? രാത്രിയെ പകലാക്കിക്കൊണ്ട് തെരുവുകളിലൊക്കെ ഇഷ്ടം പോലെ ജനം ഇരുന്ന് ഈ കാൽപന്ത് കളിയുടെ മനോഹാരിത കാണുകയും ആസ്വദിക്കുകയും ചെയ്യുകയാണ്. ഈ ലോകകപ്പ് നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ അല്പം കൂടെ കണ്ണുയർത്തി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ചില ആത്മീയ സത്യങ്ങൾ ഇതിനിടയിൽ നിന്ന് പിടിച്ചെടുക്കാം. 3 തവണ ഗോളടിച്ചു കഴിഞ്ഞപ്പോൾ മെസ്സി ആകാശത്തിലേക്ക് നോക്കിക്കൊണ്ട് ദൈവമേ നന്ദി എന്ന് പറയുന്നതോടൊപ്പം അവൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീരൊഴുകിയത് അപ്പനെക്കുറിച്ച് ഓർത്തിട്ടായിരുന്നു എന്ന് പറയുമ്പോൾ അപ്പൻ്റെ രോഗപീഠയും അപ്പനെക്കുറിച്ചുള്ള ഓർമ്മയുമായിരുന്നുവെന്ന് ലോകം തിരിച്ചറിയുമ്പോൾ ഈ കാലഘട്ടത്തിലെ മക്കൾക്ക് ഇതൊരു പാഠമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ലോകകപ്പിന്റെ ഈ വലയത്തിൽ നിൽക്കുമ്പോൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഡേവിഡ് വിയ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ ഒന്ന് ഓർമ്മയിൽ കൊണ്ടുവരികയാണ്. ഡേവിഡ് വിയ 4 വയസ്സുള്ളപ്പോഴത്തേക്ക് ഫുട്ബോൾ കളിച്ചപ്പോഴത്തേക്ക് അവന് ശക്തമായ പരിക്ക് പറ്റി. വലത് തുടയല് ശക്തമായി പരിക്ക് പറ്റി ആശുപത്രിയിൽ നാളുകൾ കിടക്കേണ്ടി വന്ന ഡോക്ടർമാർ വിധി എഴുതി ഇവൻ്റെ ഈ വലത് കാല് മുറിച്ചു കളയണം. എന്നാൽ 4 വയസ്സല്ലേ ഉള്ളൂ. ഈ 4 വയസ്സുകാരൻ്റെ മുഖത്തോട്ട് നോക്കുമ്പോൾ ഡോക്ടർമാർക്ക് തന്നെ പാവം തോന്നി. അയ്യോ പാവം, ഓമനത്വമുള്ള ഈ കുഞ്ഞിൻ്റെ ഈ വലത് കാല് എങ്ങനെ മുറിച്ചു കളയും? പല രീതികളിൽ ട്രീറ്റ്മെൻറ്റുകളൊക്കെ അവർ പരീക്ഷിച്ചു. കാല് മുറിച്ചു കളയാതെ തന്നെ വ്യത്യസ്തമായ രീതികളിൽ അവൻ്റെ വലതുകാലിന് വേണ്ടി ട്രീറ്റ്മെൻ്റൊക്കെ നടത്തി. എന്നാൽ വലതുകാല് മുറിച്ചു കളഞ്ഞില്ല. പക്ഷേ ആശുപത്രിയിൽ നിന്ന് ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് പുറത്തിറങ്ങി ഇവൻ്റെ വലതുകാല് 2 ഇഞ്ച് കുറവ്. എന്ന് മാത്രമല്ല, നാളുകൾ കഴിഞ്ഞ് നടക്കാൻ തുടങ്ങിയപ്പോൾ അവന് ശക്തമായ മുടന്ത്. ഡേവിഡ് വിയ, ഈ ഡേവിഡ് വിയയുടെ അപ്പനെ ഓർക്കുന്നത് നല്ലതാണ്. ജോസഫ് മാനുവൽ വിയ. സ്പെയിൻ എന്ന് പറയുന്ന രാജ്യത്തുള്ളവരാണ്, സ്പെയിൻകാരാണ്. ഈ ജോസഫ് മാനുവൽ വിയ ഈ മകനോട് വല്ലാത്ത സ്നേഹമാണ്. ഇവൻ വീട്ടിൽ വിശ്രമത്തിന് വേണ്ടി ഇവൻ്റെ കട്ടിലൊരുക്കിയപ്പോൾ ഇവൻ്റെ ജനാലയ്ക്ക് നേരെ ഒരു ഫുട്ബോൾ ഗ്രൗണ്ടാണ്. കുട്ടികൾ അവിടെ കളിക്കുന്നത് കണ്ടുകൊണ്ട് ഈ മുടന്തനായവൻ ഇവൻ ഇങ്ങനെ കിടക്കും. ഇവൻ്റെ ഉള്ളിൽ ഈ കാൽപന്ത് അത്രമേൽ ജ്വരം പിടിച്ചൊരു കളിയാണ്. ഈ അപ്പനിത് മനസ്സിലായി. പിന്നീട് നാളുകൾ കഴിഞ്ഞപ്പോൾ ഈ മകനെയും കൊണ്ട് സാവധാനം നടക്കാനും മുടന്തുള്ള കാല് പിടിച്ച് നടക്കുമ്പോൾ എല്ലാവരും ഇവനെ സഹതാപത്തോടെ നോക്കി. ഈ മകനെയും കൊണ്ട് ഈ അപ്പൻ കൈക്ക് പിടിച്ചുകൊണ്ട് ഫുട്ബോൾ ഗ്രൗണ്ടിൻ്റെ കളിക്കളത്തിലൊക്കെ കൊണ്ടുചെന്നു. എന്നിട്ട് സാവധാനം ഈ ഫുട്ബോളിനെയൊക്കെ തട്ടാനൊക്കെ വീണ്ടും അവൻ്റെ മനസ്സിനാണ് ആദ്യം പ്രേരണ കൊടുത്തത്. വലത് കാലിന് ശേഷി കുറവാണ്, പിന്നെ എന്തു ചെയ്യും? അപ്പനായ ജോസഫ് മാനുവൽ നോക്കിയത് വലത് കാലിലേക്കല്ല, ഇവൻ്റെ ഇടത് കാലിൻ്റെ ശക്തി തിരിച്ചറിഞ്ഞ അപ്പൻ എന്തു ചെയ്തെന്നറിയോ? ഈ ഇടത് കാലുകൊണ്ട് ഗോളടിക്കാൻ, സ്ട്രൈക്ക് ചെയ്യാൻ ഇവനെ പഠിപ്പിച്ചു. ഇടത് കാലുകൊണ്ട് സ്ട്രൈക്ക് ചെയ്യാൻ പഠിപ്പിച്ചു. നാളുകളേറെ കഴിഞ്ഞപ്പോൾ ഇവൻ ഇടത് കാലുകൊണ്ട് നന്നായിട്ട് ഗോളടിക്കുന്നു മാത്രമല്ല വലത് കാലിലും ഇവൻ സാവധാനം ഗോളടിക്കാൻ പഠിപ്പിച്ചു. ചെറുപ്പകാലത്ത് തന്നെ സ്പെയിൻ്റെ ദേശീയ ടീമിൽ ഈ ചെറുപ്പക്കാരൻ, അതായത് മുടന്തനാണെന്ന് നാട്ടുകാർ വിധി എഴുതിയവൻ, ഫുട്ബോൾ ഗെയിമിൽ ദേശീയ ടീമിൽ അംഗത്വം പ്രാപിച്ചു. നിങ്ങൾക്കറിയോ, 80 വർഷത്തെ ഫുട്ബോളിൻ്റെ ലോകകപ്പ് ചരിത്രത്തിൽ 2010 മാത്രമാണ് സ്പെയിൻ എന്ന് പറയുന്ന രാജ്യം ഫുട്ബോളിനെ അവരുടെ ലോകകപ്പിൽ മുത്തമിട്ടിട്ടുള്ളത്. സ്പെയിൻ എന്ന് പറയുന്ന രാജ്യം
ആ വർഷം 2010 5 ഗോളുകൾ അടിച്ചുകൊണ്ട് ആ രാജ്യത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ ഹീറോയായിട്ട് നിന്നത് വലതുകാലിന് മുടന്തുള്ള ഇടതുകാലിൽ വലതുകാലും കൊണ്ട് ഫുട്ബോൾ കളിക്കാനായിട്ട് പ്രേരണ കിട്ടിയ ശക്തി കിട്ടിയ ഈ ഡേവിഡ് വിയ എന്ന് പറയുന്ന ചെറുപ്പക്കാരനാണ്. 2017 അയാൾ വിരമിച്ചു. പിന്നീട് വിവാഹ ജീവിതം, 3 കുഞ്ഞുങ്ങൾ. ഇദ്ദേഹത്തിൻ്റെ വലിയ പ്രത്യേകത എന്തെന്നറിയോ? വിശ്വാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങേയറ്റമാണ്. അങ്ങേയറ്റം. മക്കൾക്ക് കൊടുത്തിരിക്കുന്ന പേരുകൾ മുതൽ മാമോദീസ പേരൊക്കെ മുതൽ ശ്രദ്ധിച്ചാൽ അറിയാം, വിശ്വാസം അങ്ങേയറ്റം. ഇദ്ദേഹത്തിൻ്റെ അപ്പൻ എന്താ പറഞ്ഞെന്നറിയോ? ഞാൻ എൻ്റെ മകൻ്റെ ഇടതുകാലിൽ ഫുട്ബോൾ കളിക്കാനായിട്ട് മാജിക്ക് പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ ഞാൻ ആശ്രയിച്ചത് മുടന്തുള്ള വലതുകാലിൽ തമ്പുരാൻ കർത്താവിലുള്ള ആശ്രയത്തെ മാത്രമാണ്. നമ്മൾ ഇന്ന് ഇവിടെ നിന്നുകൊണ്ട് ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ പറയുമ്പോൾ, ലോകം മുഴുവൻ ഈ ഫുട്ബോളിനെയൊക്കെ ആരാധിക്കുമ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. നിന്റെ ജീവിതത്തിൽ വലതുകാലിന് മുടന്ത്, ക്ഷീണം, അസ്വസ്ഥത എന്ന് പറഞ്ഞാൽ നിനക്ക് കുറെ കുറവുകളുണ്ട്. പക്ഷേ നീ നോക്കണം, ഇടതുകാല് കൊണ്ട് നിനക്ക് ചവിട്ടാനും ജീവിക്കാനും ബലം നൽകാനും നിന്നെ പ്രേരിപ്പിക്കുന്ന ഒരു ദൈവ സാന്നിധ്യം നിന്റെ ജീവിതത്തിൽ. നീ ഒരിക്കലും വീണു പോകാതിരിക്കാൻ നിന്നെ ഏത് ജീവിതത്തിൻ്റെ കളിക്കളത്തിലും ചവിട്ടി നിൽക്കാൻ നിനക്ക് ബലം നൽകുന്ന ഒരു ദൈവമുണ്ട്. നിന്റെ ജീവിതത്തിലെ ഇന്നലകളിലെ മുറിവുകളിൽ നീ കുരുങ്ങിക്കിടക്കരുത്. സ്വരമുയർത്തി പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. കാഞ്ഞിരത്തിന്റെ കയ്പിൽ നിന്റെ ജീവിതം നീ കുടുക്കിയിടരുത്. അടുത്തിരിക്കുന്ന ആളോട് പറ, കാഞ്ഞിരത്തിന്റെ കയ്പിൽ നിന്റെ ജീവിതം കുടുക്കിയിടരുത്. തമ്പുരാൻ കർത്താവ് ഉണ്ടെന്ന്, ദൈവം ഉണ്ടെന്ന് നീ വിശ്വസിച്ചോ. 2 ഇഞ്ച് നീളം കുറയും, ചിലപ്പോൾ മുടന്തുണ്ടാവും, നാട്ടുകാർ കളിയാക്കും, നിന്നെ കുറ്റം പറയും, ഗുണമില്ലാത്തവനെന്നും പറയും. നിനക്ക് എടുത്ത തീരുമാനങ്ങൾ അമ്പേ തെറ്റിപ്പോകും, നിന്നെ കളിയാക്കും, മാറ്റിയിടും. പക്ഷേ നീ ഓർത്തോണം, എന്നാൽ ഒരു കാര്യം ഞാൻ ഓർമ്മിക്കുന്നു. വിലാപങ്ങളുടെ പുസ്തകം 3:20 എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു കാര്യം ഞാൻ ഓർമ്മിക്കുന്നു, അതിനെപ്പറ്റി ഞാൻ നിരന്തരം ധ്യാനിക്കുന്നു. ദൈവത്തിന് എന്നോടുള്ള സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല, ഒരിക്കലും അവസാനിക്കുന്നില്ല. അത് പുതിയതാണ്. എഴുന്നേറ്റ് നിന്നേ. തമ്പുരാൻ കർത്താവിൻ്റെ മുമ്പിൽ എഴുന്നേറ്റ് നിന്ന് 2 കരങ്ങൾ ഉയർത്തിപ്പിടിച്ചോ. എൻ്റെ പ്രിയപ്പെട്ട ദൈവജനമേ, നമുക്കും ചില മുടന്തുകളുണ്ട്, നമുക്കും ചില കാര്യങ്ങളിൽ കുറവുകളുണ്ട്, നമുക്കും ചില ജീവിതത്തിൽ ഒത്തിരി സങ്കടങ്ങളുണ്ട്. എന്നാൽ നിന്നെ ഒരിക്കലും ഇരുത്തിക്കളയാത്ത, വീണുപോകാൻ അനുവദിക്കാത്ത, നിന്റെ ജീവിതത്തിൽ നിന്നെ കരം പിടിച്ച് നടത്താൻ നിനക്ക് ദൈവമുണ്ട്. ഓരോ പ്രഭാതത്തിലും നിനക്ക് പുതിയ സ്നേഹം നൽകുന്നൊരു ദൈവമുണ്ട്. കരങ്ങൾ ഉയർത്തിപ്പിടിച്ചോ, കണ്ണടച്ച് വിശ്വസിക്കണം. എൻ്റെ പ്രിയപ്പെട്ട ദൈവജനമേ, നിന്റെ ജീവിതത്തിൻ്റെ ഏതൊക്കെ ഞെരുക്കങ്ങളാണെങ്കിലും, എല്ലാ കൈപ്പേറിയ അനുഭവത്തിൻ്റെ നടുവിലും നീ വിശ്വസിക്കണം, എനിക്കൊരു ദൈവമുണ്ട്. ഒരിക്കലും ഞാൻ വീണുപോകാൻ അനുവദിക്കാത്തൊരു ദൈവം, ഓരോ പ്രഭാതത്തിലും പുതിയ സ്നേഹം നൽകുന്ന ദൈവം. 2 കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് നീ ആ ദൈവത്തിൽ ആശ്രയിക്കണം, നീ ആ ദൈവത്തിൽ മുറുകെ പിടിക്കണം. നാട്ടുകാരിലല്ല, മനുഷ്യരിലല്ല, നിന്റെ ബുദ്ധിയിലല്ല, മറിച്ച് തമ്പുരാൻ കർത്താവിൽ മുറുകെ പിടിച്ചോ. ഒരിക്കലും നീ വീണു പോവില്ല. നാട്ടുകാരുടെ മുമ്പിൽ നീ നാണം കെടേണ്ടി വരില്ല, മറിച്ച് നിന്നെ നിവർത്തി നിർത്തുന്നൊരു ദൈവം. ഓ ദൈവമേ, ഓരോ പ്രഭാതത്തിലും പുതിയ സ്നേഹം നൽകി എന്നെ ബലപ്പെടുത്തുന്ന ദൈവമേ, നിനക്ക് നന്ദി പറയുന്നു. കരങ്ങൾ ഉയർത്തി എല്ലാവരും ഒന്ന് സ്തുതിച്ചേ, നാവ് തുറന്ന് സ്തുതിച്ചേ, ഹൃദയം തുറന്നൊന്ന് സ്തുതിച്ചേ. എല്ലാവരും സ്തുതിച്ചോ. നാവ് തുറന്ന് സ്തുതിച്ചേ. ഓരോ പ്രഭാതത്തിലും പുതിയ സ്നേഹം നൽകുന്ന ദൈവമേ, നിനക്ക് നന്ദി പറയുന്നു. യേശുവേ, ഒരിക്കലും അസ്തമിക്കാത്ത സ്നേഹം. ആമേൻ. നീ മനസ്സിൽ കാണണം, ഓരോ പ്രഭാതത്തിലും പുതിയ സ്നേഹം.
ഓരോ പ്രഭാതത്തിലും പുതിയ സ്നേഹം, ദൈവസ്നേഹം. രണ്ടു കരങ്ങളും നെഞ്ചോട് ചേർത്ത് കണ്ണുകളടച്ച് ഭയപ്പെടേണ്ടെന്നോതി പഠിക്കേ. ഭയപ്പെടേണ്ട ഭയപ്പെടേണ്ട ഭയപ്പെടേണ്ടെന്നോതി ഓ ദൈവമേ, ഞാൻ വിശ്വസിക്കുന്നു. ഈ ശുശ്രൂഷ സമയത്ത് ഞാൻ അത് ഏറ്റെടുക്കുന്ന കർത്താവെ, കഴിഞ്ഞ കാലഘട്ടങ്ങളിലെ വേദനിപ്പിക്കുന്ന മുറിവുകളിൽ ഒറ്റപ്പെട്ടും വേദനിച്ചും തടവിൽ കഴിയുന്ന എൻ്റെ അവസ്ഥയിൽ വിലാപങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം 22-ഉം 23-ഉം അത്രമേൽ സൗഖ്യത്തിൻ്റെതാണ്. ഞാൻ വിശ്വസിച്ച് ഏറ്റെടുക്കുന്നു. എനിക്ക് വേണ്ടി അനുദിനം പുതിയ സ്നേഹം നൽകി അനുഗ്രഹിക്കുന്ന ദൈവമേ, അങ്ങേക്ക് നന്ദി. എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും വീണുപോകാതെ എന്നെ കരം പിടിച്ച് നടത്തുന്ന ദൈവമേ, അങ്ങേക്ക് നന്ദി. അങ്ങയിൽ ഞാൻ ആശ്രയിക്കുന്നു, വിശ്വസിക്കുന്നു. നെറ്റിയിലൊരു കുരിശടയാളം വരച്ച് നമ്മൾ ഈ പ്രാർത്ഥിച്ചത് ഏറ്റെടുക്കുക. ആമേൻ.